ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അമേരിക്കൻ ചിന്തകനും സാഹിത്യകാരനുമായ ഹെൻറി ടൈലർ ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തിയത് കൽക്കരി ഖനിയിൽ വെച്ചാണ്. ഹെൻറിയുടെ പിതാവ് ദക്ഷിണ ഒഹായോയിലെ ഒരു കൽക്കരി ഖനിയുടെ ഉടമസ്ഥനായിരുന്നു. 12 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നപ്പോൾ ഒരിക്കൽ ഖനിയുടെ ആഴത്തിൽ പോകണമെന്ന് തനിക്ക് വലിയൊരാഗ്രഹം തോന്നി. ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒടുവിൽ പിതാവ് സമ്മതിച്ചു. ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു ചെറിയ പെട്ടിയിലാണ് താഴേക്ക് പോകുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ വെളിച്ചം തീരെ കുറഞ്ഞു. ഓക്സിജൻ കുറവായതുകൊണ്ട് ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടായി. വേഗം താഴേക്ക് പോകുന്ന പെട്ടി ചങ്ങലയിൽ ആടുവാൻ തുടങ്ങി. ഭയപ്പെട്ടു പോയ കുട്ടി പിതാവിനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. ആ പിതാവ് മകനെ ആശ്വസിപ്പിച്ചു. ഡോണ്ട് ബി വെറീഡ് മൈ സൺ, ഐ ആം വിത്ത് യു. പിന്നീട് ആ പിതാവ് മകനോട് പറഞ്ഞു, ഈ ലോകത്തിൽ ക്ലേശങ്ങളിൽ ഭയപ്പെടുമ്പോൾ നീ സ്വർഗത്തിലെ ദൈവത്തെ മുറുകെ പിടിക്കണം. അതുകൊണ്ട് പിന്നീട് പ്രസിദ്ധനായ ഹെൻറി എഴുതിയത്, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തിയത് കരിയിൽ വെച്ചാണ് എന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യൻ എന്നും ഭയമുള്ളവനാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്നിട്ടും മനുഷ്യൻ ഭീതിയിൽ തന്നെയാണ് കഴിയുന്നത്. വളരെയധികം ചിന്താക്കുഴപ്പത്തിലായിരുന്ന ആസാഫ് എന്ന സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ മാത്രമാണ് ആശ്വാസം കണ്ടെത്തിയത്. അദ്ദേഹം പറയുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ജീവിതയാത്രയിൽ വല്ലാതെ ഭയപ്പെടുന്ന അവസരത്തിൽ വീണ്ടും വീണ്ടും വായിക്കുവാൻ പറ്റിയ ഒരു വാക്യം യെശയ്യാപ്രവചനത്തിലുണ്ട്. അതാണ് നാം ഇന്ന് കുറിവാക്യമായി വായിച്ചത്. ഈ ലോകസമുദ്രത്തിൻ്റെ ഓളങ്ങൾ താണു പോകുമ്പോൾ കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ കഴിവുള്ള ദൈവം കൂടെയുണ്ട് എന്ന് നാം ഓർക്കണം. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും ദൈവം നമ്മെ മരുഭൂമിയിൽ നടത്തുന്നു. ജീവിതായോധനത്തിൽ തളർന്നു പോകുന്ന മനുഷ്യന് ദൈവത്തെ കാത്തിരിക്കുമ്പോൾ മാത്രമാണ് ആശ്വാസം ലഭിക്കുന്നത്. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എന്നും മതിയായവനായ ദൈവമാണ് എന്നെ നടത്തുന്നത്. ബലഹീനതയിൽ അവൻ എന്നെ താങ്ങുന്നു. ക്ഷീണിക്കുമ്പോൾ വലം കൈ കൊണ്ട് എന്നെ പിടിക്കുന്നു. അവൻ്റെ ശാശ്വത ഭുജങ്ങൾ കീഴെയുണ്ട്. അതുകൊണ്ട് ഞാൻ ആശ്വസിക്കുന്നു. തളർന്നു പോകുമ്പോൾ ബലമുള്ള ദൈവം എന്നെ അവൻ്റെ ബലമുള്ള കരങ്ങളിൽ വഹിക്കുന്നു. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രത്യാശയും നമ്മുടെ ആശ്വാസവും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അവിടുത്തെ വചനം ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചതോർത്ത് സ്തോത്രം. ജീവിതത്തിൻ്റെ ഭയപ്പാടുകളിൽ കഴിയുന്നതായ ഞങ്ങളെ കർത്താവെ അവിടുന്ന് ധൈര്യപ്പെടുത്തിയിരിക്കുന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. എല്ലായ്പ്പോഴും ഈ വചനത്തിൻ്റെ ധൈര്യത്തിൽ ഞങ്ങളുടെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.